അൻഫിലിറ്റ്, എന്തായാലും മുഖ്യമന്ത്രിയായി മന്ത്രിമാരായി ഇന്നിതാ സത്യപ്രതിജ്ഞയ്ക്ക് കേവലം മണിക്കൂറുകൾ മാത്രം ശേഷിക്കുന്നു. എല്ലാവരും ഉറ്റുനോക്കുന്നത് ആദ്യ ക്യാബിനറ്റിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഈ സർക്കാരിൻ്റെ തുടക്കത്തിൽ തന്നെ ചെയ്യുന്നത് എന്നുള്ളത്. വി ഡി സതീശൻ മുൻപ് തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമായിരുന്നു ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഏറ്റവും ഒടുവിൽ എല്ലാവരും ശ്രദ്ധയാകർഷിച്ചത് ഈ സ്ത്രീകളുടെ സൗജന്യ യാത്രയാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. ഏതിനൊക്കെയാണ് സാധ്യത, എന്താണ് ആ രീതിയിൽ നമ്മൾ കാണുമ്പോൾ മനസ്സിലാക്കേണ്ടത്? ലിജിൻ, അത് തന്നെയാണ്. ഈ ആദ്യ മന്ത്രിസഭ അധികാരമേൽക്കുമ്പോൾ ആ സർക്കാരിൻ്റെ ആദ്യത്തെ ക്യാബിനറ്റ്, അതാണ് ഏറ്റവും അധികം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. കാരണം സ്വാഭാവികമായും ഒരു സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആദ്യത്തെ മന്ത്രിസഭയിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ, ഇതൊക്കെ തന്നെയും ആ സർക്കാരിൻ്റെ അടുത്ത 5 വർഷത്തേക്കുള്ള അതിൻ്റെ ഒരു ചുവടുവയ്പ്, കാൽവയ്പ് തന്നെയായിരിക്കും. സ്വാഭാവികമായും 10 വർഷങ്ങൾക്ക് ശേഷമാണ് UDF അധികാരത്തിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം 10 വർഷം അവർ പ്രതിപക്ഷത്തിരുന്ന് ഇടത് സർക്കാരിനെതിരെ എന്തൊക്കെ വിഷയങ്ങളിലാണ് ഒരു പോരാട്ടം നടത്തിയത്, ഏതൊക്കെ വിഷയങ്ങളിലാണോ ആക്രമണം നടത്തിയത്, വിമർശിച്ചത്, കടന്നാക്രമിച്ചത്, ആ വിഷയങ്ങളിലൊക്കെ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തന്നെയായിരുന്നു അവർ പുറത്തിറക്കിയത്. അധികാരം കിട്ടി ഇത്രയേറെ ഭൂരിപക്ഷത്തിൽ ജനങ്ങൾ കയ്യിൽ കൊടുത്ത അധികാരം, മാൻഡേറ്റാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിലെത്തുമ്പോൾ അവർ ആ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ ഏതാണ് ഏറ്റവും ആകർഷകമായി നമ്മൾ മുന്നോട്ട് വെക്കുന്നത്? ഈ KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്ന് തന്നെയാണ്. കാരണം അത് ഈ വൻ ഭൂരിപക്ഷത്തിലുള്ള ഒരു വമ്പൻ വിസ്മയ ഭൂരിപക്ഷത്തിലേക്കൊക്കെ UDFന് അധികാരത്തിലെത്തുന്നതിന് നിർണായകമായതുപോലും, പല വിഷയങ്ങൾ നിർണായകമായി, അതിലൊരു വിഷയം പോലും ഈ പ്രകടന പത്രികയിൽ പറഞ്ഞ ഈ KSRTCയിലെ സൗജന്യ യാത്ര. അപ്പോൾ ഇതിലൊക്കെ തന്നെ ഊന്നൽ നൽകുന്ന ചില പ്രഖ്യാപനങ്ങൾ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. മാത്രവുമല്ല, ആരോഗ്യ ഇൻഷുറൻസ് അടക്കമുള്ള ഏതെങ്കിലും രീതിയിൽ ചില പ്രഖ്യാപനങ്ങൾ ആദ്യം ചേരുന്ന മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് കരുതുന്നു. കാരണം ആദ്യം ചേരുന്ന മന്ത്രിസഭയിലെ പ്രഖ്യാപനങ്ങൾക്ക് അതിൻ്റെതായ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു സമയം കൂടിയാണ്. അതോടൊപ്പം തന്നെ ആശാവർക്കർമാർ, ഈ മാസങ്ങളോളം ആശാവർക്കർമാരുടെ സെക്രട്ടറിയിൽ നടന്ന സമരവും ഒക്കെ കണ്ടത്. ആ സമരത്തിന് UDF, അന്ന് പ്രതിപക്ഷത്തായിരുന്ന UDFന്റെ നിരന്തര പിന്തുണ, എല്ലാ ദിവസവും നേതാക്കന്മാർ സമരവേദിയിൽ അവർക്ക് പിന്തുണ നൽകിയിരുന്നു. അത് സ്വാഭാവികമായും ഈ സത്യപ്രതിജ്ഞയ്ക്ക് 2 ദിവസം മുമ്പ് കന്റോൺമെന്റ് ഹൗസിലെത്തി അഭിവാദ്യം അർപ്പിക്കാൻ, ആശംസ പറയാൻ ഈ സമരസമിതി നേതാക്കന്മാർ എത്തിയതും അവർ നിയുക്ത മുഖ്യമന്ത്രിയെ കാണുന്നതും ഒക്കെ തന്നെ മുഖ്യമന്ത്രി അവർക്ക് വാഗ്ദാനം നൽകുന്നതും ഉറപ്പ് പാലിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ആദ്യ ക്യാബിനറ്റിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്ന അടക്കമുള്ള പ്രഖ്യാപനം നമ്മൾ പ്രതീക്ഷിക്കുന്നു. അവർ 21,000 രൂപയാണ് പ്രതിമാസം അവർ ഓണറേറിയം ആവശ്യപ്പെടുന്നത്. അത്ര കണ്ട് തന്നെയൊക്കെ പ്രഖ്യാപനം ഉണ്ടായില്ലെങ്കിൽ പോലും നിലവിൽ കൊടുക്കുന്ന ഓണറേറിയത്തിൽ ഒരു വർധനവ് വരുത്തിയിട്ടുള്ള ഒരു പ്രഖ്യാപനം അത് ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കണം. ഇതൊക്കെ UDF സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരിൻ്റെ അഭിമാന പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ സമരവും ഒക്കെ തന്നെ. അതോടൊപ്പം തന്നെ VD സതീശൻ സർക്കാരാണ് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിൽ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുന്ന പ്രഖ്യാപനങ്ങൾ കൂടിയാണ്. അദ്ദേഹം തന്നെ നേരിട്ട് നയിച്ച നിരവധി സമരമാർഗങ്ങളിലൂടെയാണ് ഈ കഴിഞ്ഞ 5 വർഷവും സംസ്ഥാന രാഷ്ട്രീയം കടന്നുപോയി. പ്രത്യേകിച്ച് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് നടന്ന വിവിധ സമരമാർഗങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം നേരിട്ട് ഇടപെടൽ നടത്തിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഊന്നൽ നൽകുന്ന, ഇതിനൊക്കെ ശ്രദ്ധ നൽകുന്ന പദ്ധതികൾ ആദ്യ ക്യാബിനറ്റിൽ ഉണ്ടാകുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. മാത്രവുമല്ല, സർക്കാരിനെ സംബന്ധിച്ച് മന്ത്രി സത്യപ്രതിജ്ഞ കഴിയുന്നു, അധികാരമേൽക്കുന്നു. അതിനുശേഷം VD സതീശൻ സർക്കാരിനെ കാത്തിരിക്കുന്നത് നിരവധി വിഷയങ്ങളാണ്. അതായത് ഈ ഭരണം എങ്ങനെ മുന്നോട്ട് പോകുന്നത് അടക്കമുള്ള വിഷയങ്ങൾ. നമുക്കറിയാം, വളരെ കരുതലോടും അല്ലെങ്കിൽ വളരെ നീക്കത്തോടും കൂടി തന്നെയാണ് ഈ വകുപ്പുകളുടെ വിഭജനം പോലും നടത്തിയിരിക്കുന്നത്. അതിൽ ഗതാഗത വകുപ്പ് കൊടുത്തിരിക്കുന്നത് CP ജോണിനാണ്. എന്തുകൊണ്ട് ഘടകകക്ഷിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് കൊടുക്കുന്നു എന്ന ചോദ്യത്തിന് പോലും ഒരു കൃത്യമായൊരു ഉത്തരമുണ്ട്. കാരണം ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട KSRTCയിൽ വനിതകൾക്ക് സൗജന്യ യാത്ര എന്ന് പറയുന്നത് നിലവിലെ സാമ്പത്തിക അവസ്ഥയിൽ എങ്ങനെ സർക്കാരിന് അത് നടപ്പാക്കാനാകുമെന്ന ചോദ്യം പല തവണ തന്നെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കാരണം അത്രയേറെ സാമ്പത്തികമായ പരിതാപകരമായ സ്ഥിതിയിൽ മുന്നോട്ട് പോകും. അപ്പോൾ ആ പദ്ധതി വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ കൃത്യമായി നടപ്പാക്കണമെങ്കിൽ, വളരെ കണിശതയോടെ നടപ്പാക്കണമെങ്കിൽ ഒരു സാമ്പത്തിക വിദഗ്ധന്റെ ഒരു അനിവാര്യത അല്ലെങ്കിൽ സാമ്പത്തിക വിദഗ്ധന്റെ ഒരു പിന്തുണ വേണം. അതുകൊണ്ട് തന്നെയാണ് CP ജോൺ എന്ന സാമ്പത്തിക ആസൂത്രകന് കൃത്യമായി ഗതാഗത വകുപ്പ് നിലവിലെ സാഹചര്യത്തിൽ ഗതാഗത വകുപ്പ് നൽകിയിരിക്കുന്നത്. കാരണം ഈ പാക്കേജുകൾ, UDFന്റെ ആകർഷകമായ പലവിധ പാക്കേജുകൾ, തകർന്നു കിടക്കുന്ന KSRTC കൈപിടിച്ചുയർത്തുക തുടങ്ങിയ നിരവധി ദീർഘവീക്ഷണത്തോടു കൂടിയാണ് CP ജോൺ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആരോഗ്യ വകുപ്പ് എന്തുകൊണ്ട്
അതുകൊണ്ട് കെ മുരളീധരൻ ആരോഗ്യവകുപ്പും ദേവസ്വവും ഒക്കെ നൽകി. കെ മുരളീധരൻ ആദ്യം നമുക്കറിയാം വൈദ്യുതി വകുപ്പ് നൽകുന്നു, അവസാനം രാത്രി ഏറെ അയഞ്ഞാണ്, അതായത് ഏറെ കഷ്ടപ്പെട്ട് അദ്ദേഹം മാറി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ അദ്ദേഹം മന്ത്രിസഭയിൽ പോലും ഉണ്ടാകില്ല എന്ന രീതിയിൽ ചില സൂചനകളും അദ്ദേഹം നൽകിയിരുന്നു. അങ്ങനെയാണ് രാത്രിയോടുകൂടി അദ്ദേഹത്തെ അനുനയിപ്പിച്ചാണ് ആ വകുപ്പിൽ മാറ്റം നൽകി. നേരത്തെ ആരോഗ്യവും ദേവസ്വം അദ്ദേഹത്തിന് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 വകുപ്പുകളാണ്. ആരോഗ്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയം. ഈ KSRTC പോലെ തന്നെ പൊതുജനാരോഗ്യത്തെ വേറെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. അവിടെ ഈ കെ മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്രചരണ സമയത്ത് നൽകിയിരുന്ന നിരവധി വാഗ്ദാനങ്ങളുണ്ട്. തലസ്ഥാനത്ത് 2 മെഡിക്കൽ കോളേജുകൾ എന്ന രീതിയിലായിരുന്നു, അത് 1 മെഡിക്കൽ കോളേജ് കൂടി അധികം വരും എന്നൊക്കെയുള്ള നിരവധി വാഗ്ദാനങ്ങൾ അദ്ദേഹം തന്നെ നേരിട്ട് നടത്തിയതാണ്. അപ്പോൾ വകുപ്പ് അദ്ദേഹത്തിന് കിട്ടുമ്പോൾ എങ്ങനെയായിരിക്കും? ദേവസ്വം നമുക്കറിയാം കഴിഞ്ഞ ഇടതുമുന്നണി സർക്കാർ ഏറ്റവും കൂടുതൽ പഴികേട്ടതാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കം പഴികേട്ട് യുവതീ പ്രവേശനം അടക്കം. അപ്പോൾ ഇവിടെയൊക്കെ ഒരു അന്ന് പ്രതിപക്ഷത്തിരുന്ന സർക്കാർ എങ്ങനെയാണോ പ്രതിപക്ഷത്തിന് UDF ചെയ്തത്, ഇതിലൊക്കെ തന്നെ ഒരു പരിഹാര മാർഗം ഉണ്ടാകുന്ന നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും പ്രബലരും കരുത്തരും പരിചയസമ്പന്നരുമായവരെ പ്രധാനപ്പെട്ട വകുപ്പുകളിൽ നിയോഗിച്ചുകൊണ്ടുള്ള വകുപ്പ് ക്രമീകരണം തന്നെയാണ് VD സതീശൻ സർക്കാർ നടത്തിയിരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സർക്കാരിന്റെ മുന്നിൽ നിരവധി വെല്ലുവിളികളുണ്ട്. പക്ഷെ അതൊന്നും തന്നെ അത്രയേറെ പരിചയസമ്പന്നരായ 20 പേരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് VD സതീശൻ സർക്കാർ, യുവജനങ്ങളും സ്ത്രീകളും ഉൾപ്പെടെയുള്ള കരുത്തന്മാരുടെ പിന്തുണയോടുകൂടി തന്നെയാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലേൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്രയേറെ ഈ സാമ്പത്തിക വിദഗ്ധനാണ് കൂടിയാണ് നമ്മുടെ നിയുക്ത മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ധനവകുപ്പ് അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ പാക്കേജുകളോടുകൂടിയും കൃത്യമായ ധനവിനിയോഗത്തോടും കൂടിയും അടുത്ത 5 വർഷം കാലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാകുമെന്ന കൃത്യമായ പ്രായോഗിക ബുദ്ധിയും ഒപ്പം തന്നെ ദീർഘവീക്ഷണത്തോടും കൂടി തന്നെയായിരിക്കും UDF സർക്കാർ ഇനി മുന്നോട്ട് പോകുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാത്തിരുന്നു കാണാം. ശരി അൻഫ്രീറ്റ്, എന്തായാലും വളരെ പ്രതീക്ഷയോടെയാണ് UDF സർക്കാർ അധികാരത്തിലേക്ക് ഇന്ന് ഏറുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുവാക്കളും പരിചയസമ്പന്നരും വനിതകളും ഉൾപ്പെടെയുള്ള ഒരു സന്തുലിതമായിട്ടുള്ള ഒരു മന്ത്രിസഭയായിരിക്കും എന്നുള്ളത്. 6 പതിറ്റാണ്ടിന് ശേഷം ആദ്യമായിട്ടാണ് UDFന്റെ സമ്പൂർണ്ണ ക്യാബിനറ്റ് തുടക്കത്തിൽ തന്നെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ ഏൽക്കുന്നത്.